ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ നമ്മൾ ഓണം സീരീസിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. സോ അതിനകത്ത് വരുന്ന ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു നെക്ക് പീസും ഇയറിങ്ങും അതുപോലെ തന്നെ ഒരു റിങ്ങിൻ്റെയും ഒരു എന്താ പറയുക വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി റിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജ്വല്ലറിയാണ്. നമുക്കിത് വന്നിട്ട് ട്രഡീഷണലായിട്ടും വെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാഷ്വലായിട്ടും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ജ്വല്ലറിയാണ്. ഈ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്റ്റോൺസ് ആണ് വേണ്ടത്. ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിനകത്ത് നമ്മളിനി വാക്സ് സ്ട്രിപ്പ് യൂസ് ചെയ്യാൻ പോവുകയാണ്. വാക്സ് സ്ട്രിപ്പ് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫെവിബോണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫെവിബോണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോണിന് നല്ലപോലെ ആദ്യം ഒട്ടിച്ചെടുക്കുക. നല്ലപോലെ ഡ്രൈ ആക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുമ്പം ഒട്ടിയിട്ടില്ലെങ്കിൽ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വാക്സ് സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഓരോ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റോൺ ചെയിൻസ് ആണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗോൾഡൻ കളറുള്ള സ്റ്റോൺ ചെയിനാണ്. നമ്മൾ 1 ലെയർ ആണ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യത്തിന് ലെങ്ത്ത് അനുസരിച്ചിട്ട് സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോണിന് ചുറ്റും വീണ്ടും പശ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഞാൻ 3 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, നമ്മുടെ പെൻഡൻറ്റിന് വേണ്ടിയിട്ടും ഇയറിങ്ങിന് വേണ്ടിയിട്ടും. റിങ് ചെയ്തപ്പോൾ ഞാൻ 2 ലെയറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി എഗെയിൻ വേറൊരു വാക്സ് സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുവാണ് ബാക്കിൽ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ 3 വാക്സ് സ്ട്രിപ്പിൻ്റെ റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐപ്പിനാണ് എടുത്തിരിക്കുന്നത്. ഐപ്പിനെ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം വെട്ടിയെടുത്ത് നമ്മുടെ വാക്സ് സ്ട്രിപ്പിൻ്റെ റൗണ്ട് ഷേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇതുപോലെ നമ്മുടെ ഐപ്പിൻ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു വാക്സ് സ്ട്രിപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ പെൻഡൻറ്റ്. ഇതിന് നമ്മൾ ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെക്കുക, നല്ലപോലെ ഉണങ്ങണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇയറിങ്ങിൻ്റെ സ്റ്റഡ് മേക്ക് ചെയ്യുവാണ്. നമ്മൾ സ്റ്റഡ് ബേസ് എടുത്തിട്ടുണ്ട്. എഗെയിൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാക്സ് സ്ട്രിപ്പ്, റൗണ്ടിലുള്ള വാക്സ് സ്ട്രിപ്പ് എടുത്തു. അതിനകത്തോട്ട് നമ്മൾ നല്ലപോലെ ഗ്ലൂ തേച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റോണിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലെ 2 നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പെൻഡൻറ്റിനെ മാലയാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഗോൾഡൻ കളർ ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. മീറ്ററിന് വളരെ നോർമൽ റേറ്റേ വരുന്നുള്ളൂ. നമ്മൾ ജംപ് റിങ് വെച്ചിട്ട് 2 എൻഡും കണക്ട് ചെയ്യുവാണ്. ലോബ്സ്റ്റർ ക്ലിപ്പും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്, ലോക്കിന് വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ലോബ്സ്റ്റർ ക്ലിപ്പാണ് എടുത്തിട്ട് നമുക്ക് എസ് ഹുക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജംപ് റിങ്ങിലോട്ട് ലോബ്സ്റ്റർ ക്ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരെൻഡിൽ ലോബ്സ്റ്റർ ക്ലിപ്പും ഒരെൻഡിൽ ജംപ് റിങ്ങും മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ലോക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പെൻഡൻറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെൻഡൻറ്റ് നമ്മൾ ഓൾറെഡി ഐപ്പിന് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഒരു ജംപ് റിങ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയിനിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് പീസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ഓണത്തിന് പെയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ സ്റ്റഡ് ഇയറിങ്സും ഉണ്ട്. ഇപ്പം ഇങ്ങനെ സ്റ്റോൺ ഇയറിങ്സും സ്റ്റോൺ ജ്വല്ലറീസാണ് കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ പല മോഡൽസിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇനി ഞാൻ റിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, റിങ് ഇതാണ്. നമുക്ക് റിങ് ബേസ് വാങ്ങിക്കാൻ കിട്ടും, അതിനകത്താണ് ചെയ്തെടുത്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.